നമസ്കാരം. ഇറാന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ഗ്യാസ് ഫീൽഡിൽ ഇസ്രായേൽ എയർ സ്ട്രൈക്ക് നടത്തിയതിനെ തുടർന്ന് ബ്രന്റ് ക്രൂഡിന്റെ വില 3% ഉയർന്ന് $111 പെർ ബാരൽ എന്ന ലെവലിലേക്ക് എത്തി. ബ്രന്റ് ക്രൂഡിന്റെ വിലയിലുണ്ടായ വർധനവ് ഇന്ത്യൻ മാർക്കറ്റിൽ ചിലപ്പോൾ ഒരു ഗ്യാപ് ഡൗൺ ഓപ്പണിങ്ങിനോ അല്ലെങ്കിൽ ഉയർന്ന വോളറ്റൈൽ സെഷനോ കാരണമായേക്കും. കൂടാതെ കഴിഞ്ഞ ദിവസം അമേരിക്കൻ മാർക്കറ്റിൻ്റെയും പെർഫോമൻസ് മോശമായിരുന്നു. 2022 ശേഷമുള്ള ഏറ്റവും മോശം സിംഗിൾ ഡേ പെർഫോമൻസ് ആണ് കഴിഞ്ഞ ദിവസം അമേരിക്കൻ മാർക്കറ്റ് കാഴ്ചവെച്ചത്. ഡോ ജോൺസ് 1.6% ഇടിഞ്ഞു. അമേരിക്കയുടെ ഫ്രഷ് എക്കോണമിക് ഡേറ്റയും ഇൻഫ്ലേഷനെക്കുറിച്ച് ഫെഡ് റിസർവ് ചെയർമാൻ ജെറോം പവൽ പങ്കുവച്ച ആശങ്കകൾ മൂലമാണ് കഴിഞ്ഞ ദിവസം അമേരിക്കൻ മാർക്കറ്റ് നെഗറ്റീവ് സൈഡിൽ ക്ലോസിംഗ് നൽകിയത്. S&P 1.36%, നാസ്ഡാക്ക് കഴിഞ്ഞ ദിവസം 1.46% ഇടിഞ്ഞു. ജിയോ പൊളിറ്റിക്കൽ അൺസർട്ടനിറ്റിയും ഇൻഫ്ലേഷണറി പ്രഷറും മൂലം ഫെഡ് റിസർവ് മീറ്റിംഗിൽ ഇൻട്രസ്റ്റ് ചേഞ്ചിന് ജെറോം പവൽ തയ്യാറായിട്ടുമില്ല. ഇതിൻ്റെ ഇമ്പാക്റ്റ് കഴിഞ്ഞ ദിവസം അമേരിക്കൻ മാർക്കറ്റിൽ പ്രകടമായി. ഫെഡ് ഒഫീഷ്യലിൻ്റെ എക്സ്പെക്റ്റേഷൻ പ്രകാരം ഇൻഫ്ലേഷൻ 2.7% എത്തുമെന്നാണ് ഡേറ്റകൾ സൂചിപ്പിക്കുന്നത്. ഇത് ഡിസംബറിലെ ഇൻഫ്ലേഷനായ 2.8%-ക്കാളും സ്ലൈറ്റ്ലി ഡൗൺ ആണെങ്കിലും എനർജി ക്രൈസിസ് മൂലം ഫുഡ് ഇൻഫ്ലേഷൻ ഉയരാനും അത് കോർ ഇൻഫ്ലേഷനെ ഉയർത്താനും സാധ്യതയുണ്ട്. കഴിഞ്ഞ ദിവസം ഇന്ത്യൻ മാർക്കറ്റ് 0.8% ഉയർന്ന് 23,777 ക്ലോസിംഗ് നൽകിയത്. 23,880 മാർക്കറ്റിൻ്റെ പ്രധാന റെസിസ്റ്റൻസായി പ്രവർത്തിക്കുമെന്നുള്ള സൂചന കഴിഞ്ഞ ദിവസവും മാർക്കറ്റ് നൽകിയിരുന്നു. 23,500 ഇമ്മീഡിയറ്റ് സപ്പോർട്ടായി പ്രവർത്തിക്കും. 23,500 താഴെ 23,250, 300 എന്ന സോണായിരിക്കും മാർക്കറ്റിൻ്റെ സ്ട്രോങ് സപ്പോർട്ടായി പ്രവർത്തിക്കുക. ഇനി ചില പ്രധാനപ്പെട്ട സ്റ്റോക്കുകളിൽ വന്ന ലേറ്റസ്റ്റ് അപ്ഡേറ്റ് കൂടി മനസ്സിലാക്കാം. ഒന്നാമത്തേത് ICICI ബാങ്ക്. ഏപ്രിൽ 18 കമ്പനി ക്വാർട്ടർലി റിസൾട്ട് പുറത്തുവിടും എന്നറിയിച്ചിട്ടുണ്ട്. അൾട്രാടെക് സിമൻറ്റ് സൺഷുവർ സോളാർ പാർക്കിൻ്റെ 26% സ്റ്റേക്കുകൾ 19 കോടി രൂപയ്ക്ക് അക്വയർ ചെയ്തതുകൊണ്ട് സ്റ്റോക്കിനെ ശ്രദ്ധിക്കാവുന്നതാണ്. TVS മോട്ടോർ എന്ന കമ്പനി ഇൻട്രിം ഡിവിഡൻഡ് നൽകുന്നതുമായി ബന്ധപ്പെട്ട തീരുമാനമെടുക്കുന്നതിന് വേണ്ടി ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൻ്റെ മീറ്റിംഗ് മാർച്ച് 24 വിളിപ്പിച്ചിട്ടുണ്ട്. ഡെലിവറി എന്ന കമ്പനി UK, കാനഡ, ഓസ്ട്രേലിയ തുടങ്ങിയ രാജ്യങ്ങളിൽ എക്കോണമിക് എയർ എന്ന പേരിൽ ഒരു ഇൻ്റർനാഷണൽ ലോ കോസ്റ്റ് ഷിപ്പിംഗ് ആരംഭിച്ചതുകൊണ്ട് ഡെലിവറി എന്ന സ്റ്റോക്കിനെ ഫോക്കസ് ചെയ്യാം. NHPC എന്ന സ്റ്റോക്കും ഇന്ന് മാർക്കറ്റിൻ്റെ ശ്രദ്ധയാകർഷിക്കാൻ സാധ്യതയുണ്ട്. കാരണം 2027 ഫിനാൻഷ്യൽ ഇയറിലെ ബോറോവിംഗ് പ്ലാനിനെ കുറിച്ച് തീരുമാനമെടുക്കുന്നതിന് വേണ്ടി കമ്പനി ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൻ്റെ മീറ്റിംഗ് മാർച്ച് 25 വിളിപ്പിച്ചിട്ടുണ്ട്. സിറ്റി യൂണിയൻ ബാങ്ക് ഡൽഹിയിൽ പുതിയ ബ്രാഞ്ചുകൾ ഓപ്പൺ ചെയ്ത് ടോട്ടൽ ബ്രാഞ്ചുകളുടെ എണ്ണം 929 ഉയർത്തിയിട്ടുണ്ട്. കൂടാതെ DCX സിസ്റ്റം എന്ന കമ്പനിക്ക് കേബിൾ ആൻഡ് വയർ ഹാർനസ് സപ്ലൈ ചെയ്യുന്നതിന് വേണ്ടി 12.8 കോടി രൂപയുടെ ഓർഡർ ലഭിച്ചതുകൊണ്ട് സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ശ്രദ്ധയാകർഷിച്ചേക്കും. ബെൽറൈസ് ഇൻഡസ്ട്രീസ് എന്ന കമ്പനി കെസ്റ്റർ ഹാൾ പ്രസിഷൻ എഞ്ചിനീയറിംഗിൻ്റെ 100% സ്റ്റേക്കുകൾ അക്വയർ ചെയ്തു. GR ഇൻഫ്രാ പ്രോജക്ട്സ് എന്ന കമ്പനിക്ക് നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ സൈഡിൽ നിന്നും 2,441 കോടി രൂപയുടെ ഒരു കൺസ്ട്രക്ഷൻ ഓർഡർ ലഭിച്ചിട്ടുണ്ട്. ഈ കൺസ്ട്രക്ഷൻ ഓർഡറിൻ്റെ L1 ബിഡറായി GR ഇൻഫ്രാ പ്രോജക്ട്സ് എന്ന കമ്പനി തിരഞ്ഞെടുക്കപ്പെട്ടു. അതുകൊണ്ട് ഈ സ്റ്റോക്കിനെ ഫോക്കസ് ചെയ്യാവുന്നതാണ്. നസാര ടെക്നോളജി എന്ന കമ്പനി ബ്ലൂ ടൈൽ ആൻഡ് ബെസ്റ്റ് പേ തുടങ്ങിയ കമ്പനികളുടെ 50% സ്റ്റേക്കുകൾ 918 കോടി രൂപയ്ക്ക് അക്വയർ ചെയ്യും. സിയറ്റ് എന്ന കമ്പനി ചെന്നൈയിലെ മാനുഫാക്ചറിംഗ് പ്ലാന്റിൽ എക്സ്പാൻഷൻ നടത്തുകയാണ്. ഇതിനുവേണ്ടി 1,314 കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെൻറ്റ് കമ്പനി നടത്തിയേക്കും. അതോടൊപ്പം തന്നെ കിർലോസ്കർ ഫെറസ് എന്ന സ്റ്റോക്കിനെയും ഇന്ന് ശ്രദ്ധിക്കാം. കിർലോസ്കർ ഫെറസിൻ്റെ സബ്സിഡറി കമ്പനികളായ ഒലിവ് എഞ്ചിനീയറിംഗ്, അഡിക്ക എനർജി തുടങ്ങിയ കമ്പനികളെ കിർലോസ്കർ ഫെറസുമായി മെർജ് ചെയ്യുന്നതിന് NCLTയുടെ സൈഡിൽ നിന്നും കമ്പനിക്ക് അപ്രൂവൽ ലഭിച്ചിട്ടുണ്ട്. കൂടാതെ TVS ഹോൾഡിംഗ് എന്ന സ്റ്റോക്കിനെയും ഇന്ന് ശ്രദ്ധിക്കാം. ഇൻട്രിം ഡിവിഡൻറ്റുമായി ബന്ധപ്പെട്ട തീരുമാനമെടുക്കുന്നതിന് വേണ്ടി കമ്പനി ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൻ്റെ മീറ്റിംഗ് മാർച്ച് 25 വിളിപ്പിച്ചിട്ടുണ്ട്. വേദാന്ത എന്ന സ്റ്റോക്കും ഇൻട്രിം ഡിവിഡൻറ്റുമായി ബന്ധപ്പെട്ട തീരുമാനമെടുക്കുന്നതിന് വേണ്ടി മാർച്ച് 23 ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൻ്റെ മീറ്റിംഗ് വിളിപ്പിച്ചിട്ടുണ്ട്. കൂടാതെ യൂറോപ്രത്തിക് സെയിൽസ് എന്ന കമ്പനിയും ഇൻട്രിം ഡിവിഡൻറ്റ് നൽകുന്നതിന് വേണ്ടി ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൻ്റെ മീറ്റിംഗ് മാർച്ച് 23 തീരുമാനിച്ചിട്ടുണ്ട്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക്